ഭൂമി മലയാളം. മലയാളി തൻ്റെ നിത്യഭക്ഷണത്തിനൊപ്പം മനസ്സറിയാതെ അകത്താക്കുന്ന വിഷത്തിന്റെ അളവ് മാരകമാണെന്ന മറയില്ലാത്ത സത്യം തെളിവ് സഹിതം ഭൂമി മലയാളം 100 ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. അതിർത്തി കടന്നെത്തുന്ന അമിത സൗന്ദര്യക്കാരായ വിളകൾ മലയാളിയുടെ ആരാച്ചാരന്മാരാകുന്ന കാലം അതിവിദൂരമല്ലത്രേ. കാലത്ത് ഭാര്യ സ്നേഹപൂർവ്വം നൽകുന്ന ചായയിലെ തേയില മുതൽ അത്താഴത്തിന് ചുട്ടരച്ച ചമ്മന്തിയിലെ മുളക് വരെ രാസവള കീടനാശിനികളുടെ കേളീരംഗങ്ങളായി നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നു. ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും ഭക്ഷ്യ സ്വയം പര്യാപ്തതയെക്കുറിച്ചും ഇനിയെങ്കിലും നാം ബോധവാന്മാരായേ മതിയാവൂ. മാറ്റം കൊതിക്കുന്ന മനസ്സുകൾക്ക് ജൈവതാളത്തിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഭൂമി മലയാളം ഇതാ വേദിയാകുന്നു. മലയാളക്കരയാകെ ജൈവോൽപ്പന്നങ്ങളുടെ വിപണനവും പ്രചരണവും ഏറ്റെടുത്ത ഗാന്ധിഗ്രാമിൻ്റെ മഹാസേവന ഗാഥയുമായി ഭൂമി മലയാളം ഇക്കുറി തുയിലുണരുന്നു. ഹൃദയപൂർവ്വം സ്വാഗതം. ഇത് ഭൂമി മലയാളം. സസ്യശ്യാമള കേരഭൂവിലെ ദൃശ്യചാരുതേ കരളുറപ്പിൻ കവിത പാടും ഭൂമി മലയാളം. കൊടുവിളായണ മണ്ണുമറി കടിമണ്ണാത്തി കിളിയേ ചവട്ടണ പാട്ടൊന്നു പാടടി പൊങ്കാന കുറത്തി. ഒരു നന്മ തൻ ഹരിതാപ മലയാളം. ഭൂമി മലയാളം, ഭൂമി മലയാളം, ഭൂമി മലയാളം. കഥ അല്ല, ചരിത്രം ആരംഭിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും. വെട്ടത്ത് മൂലശ്ശേരി വീട്ടിൽ ഡോക്ടർ ദേവദാസ് എന്ന ദേവേട്ടനിൽ നിന്നും. ഡോക്ടർ ദേവദാസാണ് ഗാന്ധിഗ്രാമിൻ്റെ ചെയർമാൻ. ആദിവാസി ജീവിതം, പച്ചമരുന്നുകൾ, വാനര നിരീക്ഷണം എന്നീ വിഷയങ്ങളിൽ കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ദേവേട്ടൻ്റെ പ്രധാന പ്രവർത്തന മേഖല വയനാടാണ്. ഇവിടെ അദ്ദേഹം ഒരു കർഷകനും സാമൂഹ്യ പ്രവർത്തകനും മാത്രമല്ല, നാട്ടുവൈദ്യവും പ്രകൃതി ചികിത്സയും നാടിൻ്റെ നന്മയ്ക്കായി പ്രയോഗിക്കുന്ന മനുഷ്യസ്നേഹി കൂടിയാണ്. പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് പ്രകൃതി ചികിത്സാ രീതികൾ പഠിച്ചുകൊണ്ട് തിരൂരിൽ എൻ്റെ നാട്ടിൽ തുഞ്ചംപറമ്പിൻ്റെ അടുത്ത് ഗാന്ധിഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രം തുടങ്ങി. അത് ഇന്ന് വലുതായിട്ട് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ആ ഭാഗത്ത് പ്രകൃതി ചികിത്സയെക്കുറിച്ച് പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറ്റിയ സ്ഥലം വയനാടാണെന്ന് കണ്ടുകൊണ്ട് അന്നത്തെ എൻ്റെ വല്യച്ഛൻ ഡിസ്ട്രിക്ട് ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നു. ഗാന്ധി ഗ്രാമം എന്നുള്ള പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് ഇവിടെ നിന്നാണ്. മലപ്പുറത്തേക്കാൾ ദേവേട്ടന് വേരും പേരും വയനാട്ടിലാണ്. ആദിവാസികൾക്കും കുടിയേറ്റ കർഷകർക്കും ഈ മനുഷ്യൻ കൺകണ്ട ദൈവമാണ്. ദേവേട്ടൻ അവർക്കായി തൻ്റെ മനുഷ്യജന്മം ഒഴിഞ്ഞു വച്ചിരിക്കുന്നു. പൂമ്പാറ്റകൾ ഈ ചെടികളിലോടത്താണ് അധികം കണ്ടുവരുന്നത്. നമ്മുടെ ഈ ഭൂമികളൊക്കെ മെല്ലമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ അവർ ഈ കാട്ടിൻ്റെ ഉള്ളിലോട്ട് വന്നുകൊണ്ട് അവിടെ മലിനമാവാത്ത സ്ഥലങ്ങളിലാണ് ഇവരിപ്പോൾ ചേക്കേറിയിരിക്കുന്നത്. അവിടെ ഈ ചെടികളുടെ ഭാഗത്താണ് അധികം കണ്ടുവരുന്നത്. അവർ മുട്ടയിടുന്നതൊക്കെ ഈ ചെടികൾ ഉള്ള സ്ഥലത്താണ്. അതുകൊണ്ട് ഈ ആ മലിനമായ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ അത് കൂട്ടത്തോടെ വന്നുകൊണ്ട് വയനാടൻ പ്രദേശങ്ങൾ ഉള്ളോട്ട് വന്നുകൊണ്ട് അവിടെയാണ് അവരുടെ വാസസ്ഥലം. അവരുടെ കുടുംബവും അവരുടെ ഇതൊക്കെ മുട്ടയിടുന്നതൊക്കെ ഈ ചെടി കൂടുതലുള്ളൊരു സ്ഥലത്താണ്. അന്യസംസ്ഥാന വിഷവിഭവങ്ങൾ കഴിച്ച് ആയുസ്സൊടുങ്ങാതെ മരിക്കാൻ വിധിക്കപ്പെട്ട മലയാളി വർഗത്തിൻ്റെ അടുത്ത തലമുറയെയെങ്കിലും ആരോഗ്യത്തോടെ രക്ഷപ്പെടുത്തണമെന്ന മിനിമം സ്വപ്നമാണ് ദേവേട്ടൻ്റെ ജീവിതമന്ത്രം. അതിനായി ഈ മനുഷ്യൻ 100ഓളം കർഷക കുടുംബങ്ങളെ
കോർത്തിണക്കി ഗാന്ധിയൻ സത്യാന്വേഷണ വീഥിയിൽ ഗാന്ധിഗ്രാം എന്ന ഹരിതമനോഹര സസ്യം നട്ടുനനച്ചു. അന്ന് 5-6 ആളെ വെച്ച് ഈ സ്ഥാപനം തുടങ്ങിയതാണ്. ഇന്ന് എല്ലാ ഭാഗത്തും ഇതിൻ്റെ സെയിൽസ് കൗണ്ടറുകളും വിൽപ്പന കേന്ദ്രങ്ങളും കുറേ ആൾക്കാർ ഇതിലൂടെ ജീവിച്ചു, ഓരോ ഭാഗങ്ങളും ചെറിയ പാർട്ട് വർക്കൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, വനവിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിന് വിപണനം കണ്ടെത്തുക. അത് ആദിവാസികൾ ശേഖരിക്കുന്ന തേനായാലും അവർ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ, ഏലം, ഗ്രാമ്പു എന്തായാലും അവരുടെ ഉൽപ്പന്നങ്ങളായ കസ്തൂരി മഞ്ഞൾ തൊട്ട് എല്ലാ ഉൽപ്പന്നങ്ങളും ശേഖരിച്ചുകൊണ്ട് അതിനൊരു വിപണനം കണ്ടെത്താനും നമുക്ക് ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. പിന്നെ ഈ പ്രകൃതി ജീവനം, ജൈവ കൃഷിയിലേക്കുള്ള മടക്കം, ഇതിനുള്ള ക്ലാസ്, സിമ്പോസിയങ്ങളൊക്കെ എല്ലാ സ്കൂളുകളും എടുത്തുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരു പഠനം എന്നുള്ള രീതിയിൽ എല്ലാ സ്കൂളുകളും നമ്മൾ പഠന ക്ലാസ് എടുക്കാറുണ്ട്. വയനാടൻ കർഷകൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായ വിപണി എന്ന കടമ്പ ഗാന്ധിഗ്രാമിൻ്റെ കൂട്ടായ്മയിൽ അലിഞ്ഞില്ലാതെയായി. കർഷകന്റെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിച്ച് അവന് ന്യായവില വാങ്ങിക്കൊടുക്കുന്ന ഉത്തരവാദിത്വം ഗാന്ധിഗ്രാം ഏറ്റെടുത്തു. ഗാന്ധിജി ഉദ്ദേശിച്ച ഗ്രാമം, അദ്ദേഹം അന്നും ഇന്നും പറയുന്നത് ഗ്രാമങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിന് വിപണനം കണ്ടെത്തിയാൽ അതാണ് ശരിക്ക് ഒരു നാട്ടിൻ്റെ നന്മയ്ക്ക് ഉള്ള കൂട്ടായ്മയിലൂടെ ഒരു നന്മയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗാന്ധിജി അദ്ദേഹം അന്ന് ആദ്യമായിട്ട് നൂറ്റുകൊണ്ട് വസ്ത്രം എടുക്കാത്ത സമയത്ത് അദ്ദേഹം ചർക്കയിൽ നൂറ്റ് എല്ലാവർക്കും വസ്ത്രം അതിനു വേണ്ടിയുള്ള കാഴ്ചപ്പാട്. അതേമാതിരി തന്നെ നമ്മൾ തന്നെ വീട്ടിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു സാധനം ജൈവമായിട്ടുണ്ടായി ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് അതിന് വിപണനം കണ്ടെത്തുക. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരെങ്കിലും ഒരു കുടുംബശ്രീ യൂണിറ്റ് ആരായാലും ഉണ്ടാക്കിയാൽ നമ്മളതിവിടെ ശേഖരിക്കും, അതിന് വിപണന സാധ്യത ഉണ്ട്. എല്ലാ ഗാന്ധിഗ്രാം വിൽപ്പന കേന്ദ്രത്തിലും അത് വാങ്ങിവെച്ച് അത് വിപണന സാധ്യത കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ പണം കറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്ന വേതനം, ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ തുല്യമായിട്ട് കിട്ടുന്ന വേതനവും അവർ കിട്ടുന്ന അങ്ങനെ ഒരു കാഴ്ചപ്പാടും കൂടെ ഇതുണ്ട്. ഗാന്ധിജി ഉദ്ദേശിച്ച ഗ്രാമം അത് തന്നെയാണ്, ഗ്രാമങ്ങളെ ഉത്ഭുദ്ധരിച്ചുകൊണ്ട് ഒരു പുതിയ മാറ്റം, അതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. കർഷകർ ഉൽപ്പാദിപ്പിക്കേണ്ടത് വിഷമയമില്ലാത്ത ജൈവവിളകൾ തന്നെയാവണമെന്ന് ദേവേട്ടൻ നിർബന്ധം പുലർത്തി. ഒരു കതുപ്പ് പുകയിലേക്കും അരക്കുപ്പി റാക്കിനുമായി അതുവരെ തങ്ങളുടെ വിളവിഭവങ്ങൾ ചൂഷകവർഗത്തിന് അടിയറ വെച്ച ആദിവാസികൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. ആദിവാസിയെ കപടപരിഷ്കാരിയാക്കുകയല്ല, അവനെ അവൻ്റെ ആദിമ സാംസ്കാരിക ബോധത്തിൻ്റെ അടിത്തറയിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് യഥാർത്ഥ മനുഷ്യനാക്കുകയാണ് ദേവേട്ടൻ ചെയ്തത്. വയനാട്ടിലെ ആദിവാസികൾ അവർ കാട്ടിൽ പോയിട്ട് 2-3 ദിവസം കാട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ടുവന്ന ഈ ചെറുതേനാണത്. ഇത് അവർ പിന്നെ അട കൊണ്ടുവന്നിട്ടാണ് നമ്മളെടുത്ത് അത് പിഴിഞ്ഞിട്ട് 3 പ്രാവശ്യം അരിച്ചിട്ടാണ് ഇത് ഞങ്ങൾ വിൽപ്പനയ്ക്ക് എത്തുന്നത്. ഇതിൽ ഇടനിലക്കാർ വേറെ ആരില്ല, നേരിട്ട് അവർ ശേഖരിക്കുന്ന ഈ അട നേരിട്ട് കൊണ്ടുവന്നിട്ട് 2-3 പ്രാവശ്യം അരിച്ച് ഇവർ തന്നെ പിഴിഞ്ഞ് യാതൊരു കൂട്ടുമില്ലാത്ത ശുദ്ധമായിട്ടുള്ള ചെറുതേൻ തന്നെ പറയാം. ഇത് ഔഷധ ഗുണം കൂടുതലുള്ളതാണ്. ഈ ചെറുതേന് നന്നായിട്ട് ഈ അട ഈ രീതിയിലാണ് ഇത് അട. ഇത് ഇങ്ങനെ 3 പ്രാവശ്യമാണ് ഇത് അരിച്ച് ഇതങ്ങനെ പിഴിഞ്ഞെടുത്ത് 3 പ്രാവശ്യം അരിക്കുന്നു. അരിച്ചിട്ടാണ് ഇത് ഈ കുട്ടികൾക്കൊക്കെ ഔഷധ ഗുണമുള്ള ഈ മരുന്നൊക്കെ കൊടുക്കാനും ഈ ആയുർവേദ മെഡിസിനൊക്കെ കൊടുക്കാനൊക്കെ ഈ ചെറുതേനാണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ ഔഷധ ഗുണം കൂടുതലാണെന്ന് തന്നെ പറയാം. വയനാടൻ മണ്ണിനോട് തോന്നിയ പ്രണയം 92-ൽ ദേവദാസിനെ 5 ഏക്കർ തേയിലത്തോട്ടത്തിൻ്റെ ഉടമയാക്കി. ഇത് ഗാന്ധിഗ്രാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ജൈവമായിട്ട് ചെയ്യുന്ന തേയിലത്തോട്ടാണ്. ഇതിൽ നമ്മൾ ചെയ്യാറ് പിന്നെ ഇതിൽ രാസവള പ്രയോഗങ്ങളോ അമിതമായിട്ട് ഒന്നും ഉപയോഗിക്കാത്ത രീതിയിൽ, നമ്മൾ കീടനാശിനി എൻഡോസൾഫാനോ കോണ്ടോഫ് ഒന്നും അടിക്കാത്ത രീതിയിൽ ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്ന ഗോമൂത്രമാണ്. പശുവിൻ്റെ മൂത്രം 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തുകൊണ്ട് അതിൽ 8 ഇരട്ടി വെള്ളം ഒഴിച്ച് ഇപ്പോൾ കുറച്ച് പുകലവെള്ളം ചേർത്ത് മിക്സ് ചെയ്തടിച്ചാൽ ഇതിലൊരിക്കലും പിന്നെ പ്രാണികളോ ഇതൊന്നും വരാൻ ഒരു സാധ്യതയുമില്ല. ഉദാഹരണത്തിന് നമ്മളിവിടെ അടിച്ചിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യം ഈ മാനൊക്കെ ഇതിൻ്റെ തളിരല വന്ന് കടിച്ചു തിന്നാറുണ്ട്. പക്ഷേ ആ ഗോമൂത്രം അടിച്ചതിന് ശേഷം ഒരിക്കലും അതിൻ്റെ മണം അവർക്ക് പറ്റുന്നില്ല, ഓടിക്കഴിച്ചില്ല. അവർ ഈ തളിരല കടിച്ച് തിന്നാറുമില്ല. അത് കുരങ്ങാണെങ്കിൽ ശരി കടിച്ച് തിന്നാറില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ജൈവ കൃഷിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഇതേമാതിരിയുള്ള പുകല കഷായവും ഈ അതിൻ്റെ ഗോമൂത്രം 8 ഇരട്ടി വെള്ളം ഒഴിച്ചുകൊണ്ട് ഉപയോഗിച്ചാൽ ഈ തേയിലയ്ക്ക് നമ്മൾ രാസവള പ്രയോഗങ്ങളോ കീടനാശിനിയോ ഇല്ലാത്ത വിഷമില്ലാത്ത തേയില കൊടുക്കാൻ നമുക്ക് കഴിയും.
ജൈവകൃഷിയും വിഭവസമാഹരണവും വിപണന ശൃംഖലയുമൊക്കെയായി ഗാന്ധിഗ്രാം ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വേരോട്ടമുള്ള വിശാല പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ കൂട്ടായ്മ ഇന്ന് നേരിട്ടും അല്ലാതെയും തൊഴിൽ സാധ്യതകളും വരുമാനവും നേടിക്കൊടുക്കുന്നു. എനിക്ക് 52 വയസ്സുണ്ട്. ഞാനൊരു 85 വയസ്സ് വരെ ജീവിക്കുന്നുള്ള ഉറപ്പിലാണ് ഞാൻ നടക്കുന്നത്. കാരണം എനിക്കറിയാം എൻ്റെ ശരീരത്തിന് വിഷതുല്യമായ ഭക്ഷണം കൊടുത്താലേ ഞാൻ വേഗം എൻ്റെ പ്രതിരോധശക്തി നഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ മണ്ണിനെ മലിനമാക്കാതെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട്, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എൻ്റെ മക്കൾക്കൊക്കെ വേണ്ടി ഞാൻ പണം സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്ക് ജീവിക്കാനുള്ള ഭൂമി എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല. അതിന് കഴിയണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിലനിൽക്കാൻ, അവർക്ക് ജീവിക്കാനുള്ള ഭൂമി നമ്മൾ സമ്പാദിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജൈവ കൃഷിയിലേക്കുള്ള തിരിച്ചുവരവ്. എന്നിട്ടാണ് നമ്മൾ പണം സമ്പാദിക്കേണ്ടത്. മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, അവർക്ക് ജീവിക്കാനുള്ള ഭൂമി അതിനെ സംരക്ഷിക്കുക. അതിന് നമ്മൾ ജൈവ കൃഷിയിലേക്ക് തിരിച്ചു വന്നാലേ ആ ഒരു പ്രാരംഭഘട്ടത്തിൽ നടക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം ഈ ജൈവ കൃഷിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം. പണ്ട് വർഷം തോറും മുടങ്ങാതെ വാനരപ്പടയ്ക്ക് ഓണസദ്യ വിളമ്പിയതിൻ്റെ പേരിൽ നിയമത്തിൻ്റെ സൂചിമുനയിൽ നിന്ന് വിവാദ നായകനാകേണ്ടി വന്ന സഹജീവി സ്നേഹിയായ ദേവേട്ടന് അതേ വാനരന്മാരുടെ പേരിൽ ഡോക്ടറേറ്റ് കിട്ടിയത് വാനരന്മാരുടെ പ്രാർത്ഥനയോ അതോ കൊളംബോ യൂണിവേഴ്സിറ്റിയുടെ കൊമ്പും കുളമ്പുമില്ലാത്ത മാനവികതയോ? ഏതായാലും ദേവേട്ടൻ ഒരു സംഭവമാണ്, ഒരു മഹാസംഭവം. കുരങ്ങിനെ കുറിച്ച് റിസർച്ച് നടത്തിയ ഒരാളാണ്. അതിൽ ഞാൻ എല്ലാ സമയത്തും ചുരം കയറി വരുന്ന സമയത്ത് ഈ കുരങ്ങിന് എന്തെങ്കിലും പഴം കൊടുക്കും. ഒന്നുകിൽ മൈസൂർ പഴം, നേന്ത്രപ്പഴം കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഞാൻ ഇവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണക്കിയ മത്സ്യം ഉണ്ടല്ലോ, അത് മുള്ളൻ വാങ്ങി പൊതിഞ്ഞ് ഞാൻ കയ്യിൽ വെച്ചപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് അവൻ എന്നെ വലിയ പരിചയമുള്ളതുകൊണ്ട് ഇത് വാങ്ങിക്കുകയും ചെയ്തു. പക്ഷേ അവനത് കയ്യിൽ വെച്ചിട്ട് പൊളിച്ച് നോക്കിയിട്ട് ഈ മുഖത്തോട് അടുപ്പിച്ച് മൂക്കിൻ്റെ അവിടത്തെ ഒരൊറ്റ ഏറ, കാര്യം മത്സ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നോട്ട് നോക്കിയാൽ അവരാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്ക് അത് കഴിഞ്ഞപ്പോൾ ഈ കുരങ്ങ് ശരിക്കും ആ കൈ ഇങ്ങനെ ഒരതിക്കൊണ്ടിരിക്കുക. ഈ മതിൽക്കെട്ടിൽ ഒരതിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം അവനും നമ്മൾ വാച്ച് ചെയ്തപ്പോൾ അവൻ കൈ ഇങ്ങനെ ഒരതി തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഇവനെ ഞാൻ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉജാല നമ്മൾ കയ്യിൽ വയ്ക്കും, ഇവൻ്റെ മേത്ത് അടിച്ചു കൊടുത്തു, നാളെ ഇവനെ എങ്ങനെയാണെന്നുള്ളത്. പിറ്റേ ദിവസം ഞാൻ അതേ ടൈമിൽ ചെന്ന് ഇവൻ കൈ ഒരതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ദിവസം അവൻ ഭക്ഷണം കഴിച്ചില്ല. ഈ ഒരു മത്സ്യം തൊട്ടേതു ഒരു ദിവസം അവൻ ഭക്ഷണം കഴിച്ചില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പുൽത്തൈലും സോപ്പ് പതി മിക്സ് ചെയ്തിട്ട് ഇവൻ്റെ കയ്യിൽ കുറേ നേരം അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവൻ ശരിക്കും ഒരതി കയ്യിൽ നിന്ന് ഇത് പോയതിൻ്റെ ശേഷം 1 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് നമ്മൾ പഴം കൊണ്ടെടുത്ത് അവൻ കഴിച്ചത്. അതിൻ്റെ അർത്ഥം ആ ഒരു 1-2 ദിവസം പട്ടിണിയായിരുന്നു, ഈ മത്സ്യം തൊട്ടേതു. അതാണ് നമ്മൾ സസ്യബുക്കാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ്. എൻ്റെ ഒരു പഠനത്തിൽ കിട്ടിയത് ഇതൊരു വലിയ അതിശയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജൈവം ദൈവമെന്നറിയുന്നവന് ദൈവനാമത്തിൽ പ്രണാമം.